بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب إن شاء الله. നമ്മുടെ QHLSന്റെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ പുതിയ ഒരു അധ്യയന വർഷം ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ ഒരു അധ്യായത്തില് 22ാമത്തെ സൂറത്താണ് അല്ലെ, സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത്തവണ സൂറത്ത് മുഅ്മിനൂനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ പല ആളുകൾക്കും ചിലപ്പോ ഈ ഒരു സൂറത്ത് പരിചയം ഉണ്ടാവും, സൂറത്ത് ഓതിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, കാണാതെ അതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ പൊതുവെ കുറച്ച് എളുപ്പമുള്ള സൂറത്താണ്, പല ആളുകൾക്കും കേട്ടെങ്കിലും പരിചയം ഉണ്ടാവും ഈ സൂറത്ത്. നമുക്ക് നമ്മുടെ ക്ലാസ് ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും ഉണ്ടാവും. ഇശാ നമസ്കാരത്തിന് ശേഷം എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് സ്ഥിരമായി നമുക്ക് ഇൻഷാല്ലാ ക്ലാസ് കഴിയും. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്ക് ക്ലാസ് ഒന്നും മിസ്സായാല് തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ച അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചാൽ ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് നമ്മൾ ക്ലാസ് നടത്തുന്നതാണ്. ഒരു 50 മിനിറ്റ് 55 മിനിറ്റില് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും നമ്മൾ കൊണ്ടുപോകാം. പരമാവധി 50 മിനിറ്റിൽ തന്നെ നമ്മൾ ക്ലാസ് അവസാനിക്കും. ഒരാൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂറാകുമ്പോ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓർമ്മിപ്പിക്കണം, ക്ലാസ്സിൽ മുഴുകിയിരുന്ന സമയം കൂടെ അറിയാതെ ആരെങ്കിലും ഒരാളൊന്നൊരു അലാറം വെച്ചിട്ട് ഒരു അരമണിക്കൂറാകുമ്പോ ഒന്ന് ഓർമ്മിപ്പിക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ക്ലാസ്സിലേക്ക് കടക്കാണ്. നമ്മൾ 23ാമത്തെ അധ്യായമാണ് ഖുർആനിലെ പഠിക്കാൻ പോകുന്നത്. എത്രാമത്തെ സുഹൃത്താണ്? എത്രാമത്തെ സുഹൃത്ത്? മുഅ്മിനൂൻ. എത്ര? 23 അല്ലെ. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് മുതൽ നമ്മളന്ന് പഠിച്ചു നിർത്തിയ സാധനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ്? സുഹൃത്തുക്കളുടെ പേര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എഴുതി നമ്മുടെ നോട്ട്ബുക്കില് ഒന്നാമത്തെ ഇന്നത്തെ കാര്യമായിട്ട് നമ്മൾ എഴുതി വെക്കാം. നോട്ട്ബുക്ക് വേണം? നോട്ട്ബുക്ക് ആർക്കും വേണം? എന്താ വേണം? നോട്ട്ബുക്ക്. അപ്പൊ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ എഴുതുന്നത് സൂറത്തുകളുടെ പേര്. അടുത്ത ക്ലാസ്സില് 15 സൂറത്തുകളുടെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കണം, എനിക്ക് തോന്നാൻ എല്ലാവർക്കും ഏകദേശം ഒരു 10 സൂറത്തുകൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. 15 പറയുന്ന ആളുകളുണ്ടാവും, എന്നാലും ഒരു 10 സൂറത്ത് 15 സൂറത്ത്. അപ്പൊ 15ാമത്തെ സൂറത്ത് വരെ എന്തായാലും എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് വരണം. അതാണ് ഒന്നാമത്തെ നമ്മുടെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഖുർആനിനെ നമ്മൾ പൊതുവിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാം? പൊതുവിൽ നമ്മൾ ഖുർആനിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പറയാം? നമ്മൾ സാധാരണ ഒരു മൊത്തത്തിലേക്ക് നമ്മൾ പാർട്ടായിട്ട് നമ്മൾ പറയില്ലേ, അല്ലെ? പല ഭാഗങ്ങളായിട്ട് പറയും. എത്ര ജുസുണ്ട്? 30 ജുസുണ്ട്. ഇതിനു പുറമെ എന്താണ് ഖുർആനിലെ റുക്കൂഉൽ, ഹിസ്ബ്, ഇത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിട്ട് വരണം. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പറയണം. എന്താണ് റുക്കൂഉൽ? വിഭാഗം. നമ്മൾ മലയാളത്തിൽ വരുമ്പോ വിഭാഗം എന്നൊക്കെയാണ് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളെ ഹിസ്ബ്, റുക്കൂഉൽ ഇത് രണ്ടും സൂറത്തുകളുമായി ചേർത്ത് വെക്കുമ്പോൾ അപ്പൊ നമുക്ക് പരിചയമുള്ള സൂറത്തുകൾ ഏത് റുക്കൂഉൽ അല്ലെങ്കിൽ ഏത് ഹിസ്ബിലാണ്, എത്രാമത്തെ ഹിസ്ബ്, ഇത്ര മുതൽ ഇത്ര വരെ, ഈ രൂപത്തിൽ ഒരു കണക്ക് പോലെ നമ്മൾ ചെയ്യണം. അതെന്താണ്, എങ്ങനെയാണ് ആ ഒരു വിഭാഗം തിരിച്ചിട്ട് റുക്കൂഉൽ തിരിക്കാനുള്ള അടിസ്ഥാനം എന്താണ്, ഹിസ്ബ് വ്യത്യാസം വരാൻ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു കാറ്റഗറി എങ്ങനെയാണ് വരിക, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചിട്ട് വേണം. അപ്പൊ അതാണ് രണ്ടാമത്തെ മെയിൻ പോയിന്റ്. ഇനി നമ്മൾ സൂറത്തുകളെ, ഖുർആനിലെ മുഴുവൻ സൂറത്തുകളെയും പൊതുവിൽ രണ്ടായിട്ട് തിരിച്ചു പറയും. എന്നാൽ രണ്ടായിട്ടുള്ള തിരിവ് എങ്ങനെ? മക്കി സൂറത്തുകളും മദനി സൂറത്തുകളും.
ഈ സൂറത്ത് മുഅ്മിനൂൻ എവിടെ അവതരിച്ചതാണ്? എവിടെ അവതരിച്ച സൂറത്താണ്? മക്കയിലെ അവതരിച്ച സൂറത്താണ്. 3 ആയത്തുകൾ മദീനയിൽ അവതരിച്ചു. നമ്മൾ സൂറത്ത് ഹജ്ജ് പറഞ്ഞപ്പോൾ ഇതുപോലെ പറഞ്ഞു അല്ലെ? മക്കയിൽ അവതരിച്ച സൂറത്താണ് 53, 54 ആ ഒരു ഭാഗത്തുള്ള കുറച്ച് ആയത്തുകൾ മദീനയിൽ അവതരിച്ചതാണെന്ന് നമ്മൾ പറയും. അപ്പോ ഒരു സൂറത്ത് മക്കിയാണോ മദനിയാണോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അതിൽ കുറച്ച് ആയത്തുകൾ മദീനയിൽ അവതരിച്ചിട്ടുണ്ടാവും, കുറച്ച് ആയത്തുകൾ ചിലപ്പോ മക്കയിൽ അവതരിച്ചിട്ട്. ഇപ്പൊ എങ്ങനെ തീരുമാനിക്കും സൂറത്ത് ഏതാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കാം? ഭൂരിപക്ഷം ആയത്തുകളും മക്കയിലാണ് അവതരിച്ചത്, അത് മക്കി സൂറത്താണ്. ചുരുക്കം ചില സൂറത്തുകളൊക്കെ മദീനയിൽ അവതരിച്ചത് കൊണ്ട് നമ്മൾ തീരുമാനം സൂറത്ത് മദീനയാണെന്ന് പറയില്ല. പിന്നെ പൊതുവിൽ മക്കി സൂറത്താണെന്ന് പറയും. കുറച്ച് ആയത്തുകളൊക്കെ ചിലപ്പോൾ പല സൂറത്തുകളും അങ്ങനെ ഉണ്ടാവും, ചില ആയത്തുകൾ ഉണ്ടാവും. കാരണം ഖുർആനിൽ മക്കയിൽ മാത്രം അവതരിച്ച കുറച്ച് സൂറത്തുകൾ ആദ്യം ഓർഡറിൽ ഇടുക, അല്ലെങ്കിൽ മദീനയിൽ അവതരിച്ചത് അങ്ങനെ ഉണ്ടാവും. അല്ല, ഒന്നാമതായി അവതരിച്ച സൂറത്ത് ഏതാ? ഇത്ര വിസ്മയാണ്. അതിന്റെ ഏതാനും ആയത്തുകൾ കഴിഞ്ഞിട്ട് പിന്നെ അവതരിച്ചത് ഏതാ? ഇതൊക്കെയാണ് പിന്നെ രണ്ടാമത് വെച്ചത്. പിന്നീടാണ് അപ്പുറത്തേക്കും മാറി മാറി സുഹൃത്തുക്കൾ അവതരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് അവതരണത്തിന്റെ അതേ ഓർഡറിലല്ല മുസ്തഫിലുണ്ട്. മുസ്തഫിൽ ഇത്രാമത്തെ സുഹൃത്ത് വരെ മക്കി സുഹൃത്ത്, അത് കഴിഞ്ഞ് പിന്നെ മദനി സുഹൃത്ത്, അങ്ങനെ ഒരു ട്യൂഷൻ മുസ്തഫിൽ നമുക്ക് തീരുല ആണത്. ഇത്രാമത്തെ ജുസു മുഴുവൻ മദനി സുഹൃത്ത്. അപ്പോ അമ്മ ജുസുയിലെ മുഴുവൻ സുഹൃത്തുക്കളും മക്കി സുഹൃത്തുക്കളാണ് ആണോ? അമ്മ ജുസ് ആ സുഹൃത്തിന്റെ ഒരു ജുസുവിന്റെ സ്വഭാവം തന്നെ എന്താ? എല്ലാ സുഹൃത്തുക്കളുടെ ഒരു സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ്. നമ്മൾ പൊതുവെ മക്കി സുഹൃത്തുക്കളും മദനി സുഹൃത്തുക്കളും തരംതിരിച്ച് പറയാനായിട്ട് ഇപ്പോൾ വഴിയും. സൂറത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളൊക്കെ നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും സൂറത്ത് മക്കയിൽ അവതരിച്ചാണോ മദീനയിൽ അവതരിച്ചതാണോ. ഇപ്പൊ ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ മക്കയിൽ അവതരിച്ചാണോ മദീനയിൽ അവതരിച്ചാണോ? മക്കയിലാണ്. സൂറത്തുൽ ബഖറയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പറഞ്ഞത്? നിയമങ്ങളാണ്. ഒരുപാട് നിയമങ്ങൾ പറയും അല്ലെ? നോമ്പിനെ സംബന്ധിച്ചുള്ള ആയത്തില്ലേ? നോമ്പിനെ സംബന്ധിച്ചുള്ള ആയത് എവിടെ ഉള്ളത്? സൂറത്തുൽ ബഖറയിലെ നോമ്പിനെ സംബന്ധിച്ച് എവിടെയല്ലേ പറഞ്ഞത്? അപ്പൊ നോമ്പിനെ സംബന്ധിച്ച് നോമ്പ് എപ്പോഴാ നിർബന്ധമാക്കിയത്? മദീനയിൽ വെച്ചിട്ടല്ലേ? ഏത് മാസം? റമദാൻ മാസം. ഏത് വർഷം? ഇത് 2ാം വർഷം അല്ലെ? ബദർ യുദ്ധം നടന്നതിന് ആ വർഷം. ബദർ യുദ്ധം നടന്നപ്പോഴാ? റമദാൻ 17-നാണ്. 313 പത്തിരി കൊടുക്കാത്തതിന്റെ ഒരു കുറവുണ്ട്. ഡേറ്റ് ഒന്നും കറക്റ്റ് വലിയ ഓർമ്മയൊന്നും ഇല്ല നമുക്ക്. പണ്ടായിരുന്നെങ്കിൽ ഓർമ്മ ഉണ്ടായിരുന്നു ഡേറ്റ് ഒക്കെ. ഇപ്പൊ നമുക്ക് ഓർമ്മയൊക്കെ പോയിരുന്നത്. അപ്പോ മദീനയിലാണ് അവതരിച്ചത് അല്ലെ? അപ്പോ ഇതുപോലത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ അതെവിടെ എനിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവാം? മദീനയിൽ വെച്ചിട്ടായിരിക്കും. എന്നാൽ പൊതുവെ വിശ്വാസ വിഷയങ്ങൾ, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്, ഒരാളുടെ ഉള്ളിൽ ആഖിറത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, ശിർക്കിന്റെ ഗൗരവം, ഈമാനിന്റെ പ്രാധാന്യം, ഇതൊക്കെ പറയുന്ന വിഷയങ്ങൾ എവിടെയായിരിക്കും? മക്കയിലായിട്ടുണ്ടാവാം. ആ 13 വർഷക്കാലം നമസ്കാരമൊക്കെ അതിന്റെ അവസാന കാലഘട്ടത്തിലാണ്. നോമ്പൊക്കെ മദീനയിൽ വെച്ചിട്ടാണ്. ഹജ്ജ് തുടർന്നുള്ള എല്ലാ കർമ്മങ്ങളും എവിടെ വെച്ചിട്ടാണ്? മദീനയിൽ വെച്ചിട്ട്. അപ്പൊ അതൊക്കെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളൊക്കെ എവിടെയായിരിക്കും? മദീനയിൽ വെച്ച് അവതരിച്ചത് ഓർത്തായിരിക്കും. വിശ്വാസ വിഷയങ്ങൾ. ഇപ്പൊ അമ്മ ജുസ് അമ്മയത്തെ സാലു, ആ സുഹൃത്തിന് മുഴുവൻ എന്താ ഉള്ളത്? അമ്മയത്തെ സാലു, സ്വർഗം, നരകം, നരകത്തിലെ ശിക്ഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് എവിടെയായിരിക്കും? മക്കയിൽ അവതരിച്ചതായിരിക്കും. അവിടെ മുതൽ അമ്മജുസുമായി ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ എഴുതപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും ഇതിനെ സംബന്ധിച്ച് അവിടെയൊക്കെ നരകത്തെ സംബന്ധിച്ചുള്ള ഇതുപോലത്തെ കുറെ വിഷയങ്ങളാണ് അവിടെ പറയുന്നത്. എന്നാൽ അവിടെ ചില സുഹൃത്തുക്കളുണ്ട്, അത് മക്കത്ത് കാണുന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതെവിടെയിരിക്കും? മദീനയിൽ അവതരിച്ചത്. ഇപ്പൊ ചില സുഹൃത്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? മദീനയിൽ അവതരിച്ച സുഹൃത്തുക്കളും. നമ്മുടെ പൊതുവെ സ്വഭാവം തിരിച്ചറിയുന്ന എങ്ങനെ? വിശ്വാസ വിഷയങ്ങളും അതുപോലെ പൊതുവായ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എഴുതണം. ജസ്റ്റ് ചെറുതായിട്ട് റഫായിട്ടെങ്കിലും നമുക്കത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ വേണ്ടി അതിന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പോ വിശ്വാസ വിഷയങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഈമാൻ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങള്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുക എവിടെയായിരിക്കും? പൊതുവെ ഉപദേശങ്ങള് അതൊക്കെ എവിടെയായിരിക്കും? മക്കയിൽ അവതരിച്ച സുഹൃത്തുക്കൾ. എന്നാൽ നിയമങ്ങൾ, നമ്മൾ സുഹൃത്ത് നിസായിലൊക്കെ പോയി കഴിഞ്ഞാൽ അനന്തരാവകാശ നിയമങ്ങളുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള മസലകൾ രൂപീകരിക്കുന്ന രൂപത്തിലുള്ള ആയത്തുകളൊക്കെ ഉണ്ട്, വിധികള്. അതൊക്കെ ആ ആയത്തുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കും പണ്ഡിതന്മാർ. അതൊക്കെ എവിടെയായിരിക്കും? മദീനയില് അവതരിച്ച സുഹൃത്തുക്കൾ. അങ്ങനെയാണ് മക്ക മദീന സുഹൃത്തുക്കളുടെ ഒരു സ്വഭാവം.
ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. കാരണം ഈ സൂറത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒന്നാമത്തെ ആയത്ത് തന്നെ എന്താ? അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞു. അത് അഫ്ലഹൽ മുഅ്മിനൂൻ. അപ്പോ ഈമാനിനെ സംബന്ധിച്ചാണ്, വിശ്വാസത്തെ സംബന്ധിച്ചാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. അപ്പൊ എവിടെയാണ്? മക്കി സൂറത്ത്. അപ്പൊ ഇത് സൂറത്ത് മുഅ്മിനൂൻ മക്കയിൽ അവതരിച്ചതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കണ്ട. അതങ്ങനെ കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. കാരണം സൂറത്ത് മുഅ്മിനൂൻ വിശ്വാസത്തെ സംബന്ധിച്ചാണ്, വിശ്വാസികളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്, അവരുടെ വിശ്വാസം കറക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ടും മക്കയിൽ അവതരിച്ചതാണ്. അങ്ങനെ നമ്മൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി എടുക്കണം. ഇനി 23-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞില്ലേ, ഈ അടുത്തൊരു പോയിന്റ് എടുക്കോ, സൂറത്ത് മുഅ്മിൻ. ഈ സൂറത്തിന്റെ പേരെന്താ? മുഅ്മിനൂൻ. മുഅ്മിൻ എന്ന് പറഞ്ഞൊരു സൂറത്ത് ഖുർആൻ, അങ്ങനൊരു സൂറത്ത് നമ്മൾ കണ്ടുപിടിക്കണം ഏത് സൂറത്താണെന്ന്. സൂറത്ത് മുഅ്മിൻ ഏകദേശം പറഞ്ഞാണ്. അതിന്റെ നോട്ട്ബുക്കില്ലല്ലോ, അപ്പൊ അത് ഓർത്തിട്ട് വരാം, നോക്കിയിട്ട് വരണം. മുഅ്മിൻ, സൂറത്ത് മുഅ്മിൻ എന്ന് പറഞ്ഞ സൂറത്ത് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സൂറത്തിലേക്ക് കടക്കാം. ഈ വലിയ സൂറത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാം. ആദ്യം നമ്മളൊരു 5 മിനിറ്റ് പെട്ടെന്ന് ഓതി 3 ആയത്തുകൾ നമ്മൾ അത് 3 ആയത്തുകളായിരിക്കും കവർ ചെയ്യും. 3 ആയത്തുകൾ നമ്മൾ ഓതും, അതിന്റെ അർത്ഥം പറഞ്ഞതിന്റെ സ്പീഡിലേക്ക് നമ്മൾ പോകാം. നമ്മൾ ഓതല്ലേ? أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون. قد أفلح المؤمنون. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ദാലിന് സുക്കൂൻ വന്നാൽ എങ്ങനെ പറയണം? അല്ല അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ല പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല, ഖുൽ ഹുവല്ലാഹു അഹദ്. അതിന് തൽത്തരത്തിന്റെ അക്ഷരം എന്നാണ് നമ്മൾ പറയും, തൽത്തരത്തിന്റെ അക്ഷരം. അത് നമുക്ക് സെപ്പറേറ്റ് പറയാം. ഇനി അഫ്ലഹ, അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹ എന്ന് പറഞ്ഞ അക്ഷരം, ബാക്കി നമുക്ക് കിട്ടും. അഫ്ലഹ. ഇനി അൽ മുഅ്മിനൂൻ, അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് വാവുണ്ട്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞത് വിശദീകരിക്കാന്ന് പറഞ്ഞു, അതായത് നിയമം നമുക്ക് പറയാം. മുഅ്മിനൂൻ, ഈ ഹംസയാണ് നമ്മൾ സുക്കൂൻ വരിക. ആർക്കല്ല സുക്കൂനുള്ളത്? വാവിനല്ല സുക്കൂനുള്ളത്, പിന്നെ ഈ ഹംസക്കാണ് സുക്കൂനുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയല്ല പറയാ? മുഅ്മിനൂൻ അല്ലത്. എങ്ങനെ? മുഅ്മിനൂൻ അല്ല, പിന്നെ മുഅ്മിനൂനാണ്. ഇത് ഹംസ, ഈ ഹംസക്കാണ് ഈ സുക്കൂൻ ഉള്ളത്. പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. മുഅ്മിനൂൻ, നമുക്ക് ഈ വാക്ക് അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബാക്കി നമുക്ക് അറിയാത്ത വാക്കുകൾ വരുമ്പോ നമ്മൾ കുടിക്കുമ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാവ് ഇങ്ങനെ വന്നിട്ട് വാവിന്റെ മുകളിൽ ഹംസ വന്നാൽ പിന്നെ ആ അർത്ഥത്തെ ആർക്കാണ് കൊടുക്കേണ്ടത്? ആ ഹംസക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അർത്ഥത്തെ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കാം. ഇനി അടുത്തായത് الذين هم في صلاتهم خاشعون. 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 നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അല്ലദീന, അല്ലദീന. നമ്മൾ ആദ്യം ആയത്ത് തുടങ്ങിയപ്പോ അത് ദാലാണ്, ഇതോ ദാലാണ്. അത് രണ്ടും വ്യത്യാസം വേണം. നമ്മൾ ഒന്നിൽ പോകുമ്പോ ദാലും ഒക്കെ ഒരുപോലെ പോലും. പിന്നെ ഇത് അത് എന്നായിരുന്നു ആദ്യം, ഇത് അല്ലദീന. ദാല് പറഞ്ഞ ദാല് എല്ലാവരും ഉറക്കെ പറഞ്ഞതിന്റെ പഠിക്കാം. ദാല് الذين لا الذين هم في صلاتهم
സ്വാദ് സ്വാദ് സ്വലാത്തിഹിം സ്വലാത്തിഹിം ഖാശിഊൻ ഖാശിഊൻ ഖ ഖ ഖ ഖ ഖാശിഊൻ ഐനൻ ഐനൻ ഖാശിഊൻ ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോ الذين هم في صلاتهم خاشعون ഞങ്ങളുടെ മൂന്നാമത്തെ ആഴ്ച والذين هم عن اللغو معرضون الذين هم عن اللغو معرضون والذين هم عن اللغو معرضون والذين هم عن اللغو معرضون ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഒന്ന് വല്ലദീന ദാന ഇനി ഹും അനിൽ ലഗ്വി. അത് ശ്രദ്ധിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഗൈനൻ അല്ലേ, ഗൈനൻ. ഇതോ ഇത് അനിലൻ. ഇത് രണ്ടും അടുത്തടുത്ത് വരുമ്പോ രണ്ടും ഒരുപോലേക്ക് വരും. അപ്പൊ ഇത് ലഗ്വി എന്നാണ്. ലഗ്വി അവിടെ എന്തും ചെയ്യാൻ പാടില്ല, ലഗ്വി എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ ലഗ് എന്നെടുത്ത് പറയാൻ പറ്റില്ല. ഏത് പറഞ്ഞതുപോലെ ഖദ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഖദ് എന്ന് എടുത്ത് പറഞ്ഞു അല്ലെ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അങ്ങനെ നമ്മൾ പറയും. എന്നാൽ അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലഗ് എന്നെടുത്ത് പറയാൻ പറ്റില്ല. ഇത് കട്ടി കൊടുക്കേണ്ട അക്ഷരമല്ല, അഥവാ കൽക്കലത്തിന്റെ അക്ഷരം അല്ല. അപ്പൊ എന്ത് പറ്റൂല, ലഗ്വി എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ മുഅ്രിദൂൻ അല്ല, മുഅ്രിദൂൻ അല്ല, എന്തെന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ എങ്ങനെ പറയണ്ടത്, അതിങ്ങനെ ഒരാൾ പറയുമ്പോ പെട്ടെന്ന് ഒരാൾ കഴിച്ചിട്ട് പിടിച്ചാൽ എന്ത് ചെയ്യും, അത്ര പാടും. എന്ന് പറയാൻ പറ്റൂല, എല്ലാവരും കഴിച്ച് പിടിച്ചോ. എന്ന് പറഞ്ഞ ഇടക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം. വേറെ ആളെ പഠിപ്പിക്കണ്ട, നമ്മൾ തന്നെ പഠിച്ചാൽ മതി. അടുത്തുള്ളവരെ പഠിക്കണ്ട, കുഴപ്പമില്ല. ഉറങ്ങിടക്ക് പിടിക്കാൻ അത്ര കുഴപ്പമില്ല. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ അങ്ങനെ കഴിച്ചിട്ട് ഒരു കൈ വെച്ച് തന്നെ പഠിച്ചത് ശീലിക്കണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒതുക്കുമ്പോ ഇങ്ങനെ പറ്റും പറ്റില്ല. അങ്ങനെ നമ്മൾ ഓതി എത്തിയത് പഠിക്കരുത്. നമ്മൾ ശീലിച്ച് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ ശീലിച്ചു വേണം. അപ്പൊ ഇത് അത്ര പാടുള്ളൂ. അല്ല ഇനി അതുപോലെ തന്നെ ഇത് റായാണ്, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ റാ പറയുന്നത്. ഇത് ഐനാണ്, അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പറയാം. ആ കഷ്ടപ്പാട് ഈ റാഹിന് കൊടുത്ത് പോരും. നമ്മൾ പോരും. ഇത് രായാണ്, കാരണം എന്താ, ഇത് റാഹിന് കെസറാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറ്റാൻ പറ്റില്ല, ആവരുത്. നമ്മളിങ്ങനെ തട്ടി കൊടുത്ത് ഇങ്ങനെ വരുമ്പോ എന്നായി പോരും. പ്രത്യേകം ശ്രദ്ധിക്കാൻ. കാരണം ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ മതി എന്ത് ചെയ്യാൻ, അർത്ഥമൊക്കെ മാറിപ്പോയാൽ. അറുതു എന്ന് പറഞ്ഞാൽ എന്താ, അറുത് സമാവാസികൾ അറുത് ഭൂമി. അറുതു എന്ന് പറഞ്ഞാലോ ഇവിടെ അറുത്താണ്. അറുത് ഞാൻ തിരിഞ്ഞു കളയുന്ന അർത്ഥം നമ്മൾ പറയും തിരിഞ്ഞു കളയാണ്. തിരിഞ്ഞു കളയാണ്. അറുതു എന്ന് പറഞ്ഞാലോ ഭൂമിയാണ്. അപ്പൊ നമ്മുടെ ചെറിയൊരു ഉച്ചാരണത്തിൽ വ്യത്യാസം വന്നാൽ ഒന്ന് ഹംസൻ അലിഫാണ്, മറ്റേതോ ഐനാണ്. ഒരു ഹംസയും ഐനും മാറിപ്പോയി കഴിഞ്ഞാൽ എന്തായി, ഒന്ന് ഭൂമിയായി, ഒന്ന് തിരിഞ്ഞു കളയുക എന്നുള്ള അർത്ഥത്തിലായി. അപ്പോ അത് നമ്മൾ പ്രത്യേകം അക്ഷരങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇതെങ്ങനെ നമ്മൾ പറയാം, ഈ വാദം എങ്ങനെ നമ്മൾ പറയാം, എങ്ങനെ നമ്മൾ പറയേണ്ടത്, എഴുതി വെക്കണ്ട. ഇത് നമ്മൾ എന്തായാലും എഴുതി വെക്കണം. ഈ വാദം, ഈ അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് എവിടെ വരുന്ന വാദമാണ്,
കുഴപ്പമില്ല. ആ ഇവർ രണ്ടുപേരും അല്ലെ, ഇതിലൊരാള് ത്വായാണ്, ഒരാള് വാദാണ്. എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? ആ മോഡിൽ എഴുതിയേക്കുന്നത് വാദ്, വാദ് എങ്ങനെ വിളിച്ചിരിക്കാം? നാക്ക് സൈഡിലേക്ക് വരും, ഈ രണ്ട് പല്ല് ഇതിന്റെ മേളിലെ താഴ്ച ഏതെങ്കിലും ഒരു പല്ലിലൊന്ന് മുട്ടിക്കണം, ഒന്ന് മുട്ടിച്ച് പിടിച്ചേ. നാക്കിന്റെ സൈഡ്, നാക്കിന്റെ സൈഡ് മേളത്തെ താഴ്ച അണപ്പല്ലിന്റെ ആ സൈഡിൽ കൊണ്ട് മുട്ടിച്ച് പിടിക്കുക. ഇണങ്ങി വാദ്, വാദ് ഇങ്ങനെ പറയുമ്പോ കുറച്ച് പാടായിരിക്കും. കുറച്ചൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓത്തിലത് ഓട്ടോമാറ്റിക്കലി വന്നു. നമ്മുടെ മുഖം ഒരു സൈഡിൽ ഇങ്ങനെ കോടി നമ്മളിങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ വരും. നമ്മൾ കുറച്ച് ഒതുക്കി വരുമ്പോ എന്താവും, അത് ശീലമായിട്ട് വരും. അപ്പൊ മുകളിൽ എഴുതിയേക്കുന്നത് വാദാണ്, വാ. അത് നാക്കിന്റെ സൈഡ് കൊണ്ടാണ് പറയുന്നത്. താഴ്ച എഴുതിയേക്കുന്നതോ വാ, അത് നാക്കിന്റെ മുൻവശം കൊണ്ടാണ് പറയുന്നത്. വാ, വാ അല്ലെ. ആദ്യം എഴുതിയപ്പോഴാണ് ഫാത്തിഹ ഗൈരിൽ മഗ്ദൂബി മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നാക്കിന്റെ സൈഡ് കൊണ്ടാണ് അത് പറയുന്നത്. ഇനി നമ്മൾ പുൽമ് എന്ന് പറയുന്നത് അല്ലെ, ത്വാലിമീൻ, പുൽമ്, അതൊക്കെ ആരാണ്? രണ്ടാമത്താണ്. ഇപ്പൊ രണ്ടിന്റെ ഉച്ചാരണം തമ്മിൽ നല്ല വ്യത്യാസം. നമ്മൾ സാധാരണ ഫാത്തിഹയില് ഏത് പോയ പറയാറ്? നമ്മൾ മനസ്സിൽ കാണുന്ന മുകളിലത്തെ, പറഞ്ഞു വന്നത് താഴെ. കാരണം ഗൈരിൽ മഗ്ദൂബി അലൈഹിം ഇങ്ങനെ നമ്മൾ പറയാം. അതാരും താഴ്ത്തുള്ള വാദം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മളത് പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അർത്ഥത്തിന്റെ ഭാഗത്തിലേക്ക് പോകാം. ഇതുപോലെ നമ്മൾ നോട്ട് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, നല്ല ശ്രദ്ധയോടുകൂടി ഒന്ന് എഴുതി വരും. പത്, പത് ഇതാണ് പത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അത്രയാണ് ഇതിന്റെ അർത്ഥം. വലഖദ്, ലഖദ്, ഖദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തൗക്കീദിന്റെ വാക്കാണ്. തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം. കാരണം ഇതിന് ശേഷം പറയാൻ പോകുന്ന കാര്യം വെറുതെ പറഞ്ഞാലും ഓക്കെയാണ്. അതായത് ഈ ഖദ് എന്നുള്ള വാക്ക് നമ്മൾ മാറ്റി എന്ന് വിചാരിക്കാം. ഈ ഖദ് പറഞ്ഞില്ല, എന്നാലും ആയത്തിന്റെ അർത്ഥം കിട്ടും. പക്ഷെ ആ ഖദ് വരുന്നതോടുകൂടി ആ പറയപ്പെട്ട കാര്യം ഉറപ്പാണ്. നമ്മളൊരാളോട് പറയും ഞാൻ വരും, ഞാൻ ഉറപ്പായും വരും. അതിന് നമ്മൾ വ്യത്യാസം എന്താ? ഞാൻ വരുന്ന പറയും. അപ്പോ ഉറപ്പായും വരും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എടുത്തു പറഞ്ഞതുകൊണ്ട് മറ്റേത് ഞാൻ വരും പറഞ്ഞാൽ വരില്ല എന്നാണ് അർത്ഥം. അല്ല, വരും എന്ന് പറഞ്ഞാൽ വരുന്നതാണ്. പക്ഷെ ഉറപ്പായും വരും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു സംശയവും വേണ്ട, ഉറപ്പാണ്. അപ്പൊ ഒരു സംശയവും വേണ്ട, ഉറപ്പാണ് എന്നുള്ള അർത്ഥമാണ് ഈ ഖദ് എന്ന് പറയുന്ന വാക്ക്. ലഖദ്, ഇതിന്റെ അർത്ഥം തന്നെ. ലഖദ് കാന ഫീ, ഒരുപാട് ആയിട്ടുണ്ട്. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അപ്പോ അത് ലഖദ്, ഖദ്, ലഖദ് ഇതൊക്കെ എന്താണ്? ഉറപ്പായിട്ടുള്ള അർത്ഥം. രണ്ട്, അഫ്ലഹ. അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയം അല്ലെ. എവിടേക്കാണ് നമ്മൾ കിട്ടുന്നത്? എവിടെ? അല്ല, ഇതേ ആയത്തിൽ തന്നെ വേറെ പോകുന്നു. ഇനി അത് എവിടെയെങ്കിലും കേട്ടപ്പോ നമ്മൾ വേറെ ചോദിക്കണം. സബ്ബീസ്മാൻ അല്ലേ, അത് അഫ്ലഹമൻ തസക്ക. അതിന്റെ അർത്ഥം എന്താ ചോദിക്കുമ്പോ അതിന്റെ അഫ്ലഹ, അതിന്റെ അതേത് അഫ്ലഹന്റെ ഗുണമാണ്. അല്ലാണ്ട് നമുക്ക് അറിയണ അഫ്ലഹണ്, എല്ലാവർക്കും അറിയണ അഫ്ലഹ. ആ വാക്കിന്റെ അർത്ഥം ഇനി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഴുതണുണ്ടല്ലോ അല്ലെ. പിന്നെ മൊബൈലിൽ എഴുതുന്നത് നമ്മള് പ്രോത്സാഹിപ്പിക്കണില്ല. ഒന്നാമത്തെ ക്ലാസ് ആയതുകൊണ്ട് നമ്മളെന്ത് നമ്മള് ചെയ്യുന്നത് കോട്ടയം വെച്ച് ഞാൻ അടുത്ത ക്ലാസ് പോലെ ഇങ്ങനെ നിന്നെ അടുത്ത ക്ലാസ് പറഞ്ഞിട്ട് എന്തായാലും മനസ്സിലായത്. ഏത് ക്ലാസ്സിലാണെങ്കിൽ അടുത്ത ക്ലാസ് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ മാറ്റമൊന്നും സംഭവിക്കില്ലെന്ന് മനസ്സിലായിരുന്നു. അപ്പോ ഒരു പേപ്പറിൽ നമ്മുടെ ഒരു അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് വെക്കണം കേട്ടോ. ഒരു പേപ്പർ എടുത്തിട്ട് അത് വന്നിരിക്കുന്ന എത്ര പേരുടെ ആളുടെ പേര് എഴുതുക. ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് എഴുതുക. ഇത് വന്ന ആളുടെ പേര് ഒന്ന് മുതൽ നമ്പർ വരെ എഴുതിയിട്ട് ഒന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, അതൊന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ.
അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചാൽ അടുത്ത ക്ലാസ് പോലെ നമുക്ക് പഠിക്കാൻ കാര്യം ഓർമ്മയിൽ വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പേപ്പറിൽ ഡേറ്റ് എഴുതുക, എത്ര പേര് വന്നിട്ട് നമ്പർ എടുത്ത് എല്ലാവരും പേര് നിന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ അതൊന്ന് ഒരു ഫോട്ടോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മളെല്ലാം ഒരു പേപ്പറിൽ കൊടുത്തു അഫ്ലഹ കിട്ടിയില്ല. വേറെ സൂറല്ല, നമുക്ക് അറിയുന്ന ഒരു വാക്കാണ്, നമുക്ക് അതിന്റെ അർത്ഥം അറിയാം, നമ്മൾ എപ്പോഴും പറയാറും. ഹയ്യ അലൽ ഫലാഹ് എന്നൊക്കെ അർത്ഥം എന്താ? ഹയ്യ വിജയത്തിലേക്ക് വരൂ എന്നല്ലേ നമ്മള് ഹയ്യ അലൽ ഫലാഹ് പറഞ്ഞു. അത് എന്തുകൊണ്ട് നമുക്ക് ഈ വാക്ക് കിട്ടാത്തതെന്ന് അറിയാം? ഈ വാക്ക് എന്താ പെട്ടെന്ന് അതിലേക്ക് പോയി കണക്ട് ആവാതിരുന്നെന്ന് അറിയാം? എന്താ കാരണം അറിയോ? നമ്മൾ സാധാരണ വാക്ക് കൊടുക്കും നിൽക്കാൻ തുടങ്ങും ഹയ്യ അലൽ ഫലാഹ് എന്നേ പറയാറുള്ളൂ. അതാണ് ഈ ഹാ കിട്ടാത്തത്. ഒന്നും പെട്ടെന്ന് തലയിൽ വരാതിരുന്നത്. നമ്മൾ ഇത്താമത്ത് കൊടുക്കുമ്പോഴും വാക്ക് കൊടുക്കുമ്പോഴും ഹയ്യ അലൽ, നമ്മളെങ്ങനെ സാറിന് ഇങ്ങനെ പോകുമ്പോ ഈ ഹയ്യാൽ ഹായില് പോയി നിന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, കിട്ടാറുണ്ട്. ഏതുപോലെ നമ്മള് എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയണം സെമിയ ബാഹു, നമ്മളെങ്ങനെ പറയാം സേമിയ സേമിയ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരാം. ശരിക്കും എന്താ സമിയ എങ്ങനെ നമ്മൾ പറഞ്ഞത് സമിഅ. ഇനി സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു എന്നാണ് ശരിക്കും. അവിടെ എങ്ങനെ പറഞ്ഞത് ഹമീദ, ഒരു ഹാ കൊണ്ട് വേണം അവസാനിപ്പിക്കാൻ. നമ്മൾ ആ ഹാ ഒരിക്കലും പറയാത്ത കാരണം എന്താ? സമിഅ അല്ലാഹു ലിമൻ ഹമീദ, ദാ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അവിടെ ഹാ എന്തായാലും നമ്മൾ മറന്നുപോയി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഉള്ളത് മറന്നു പോകണമെന്നാണ് എന്ത് ചെയ്യണത്, ഈ വാക്കുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടാത്തത്. അവിടെ എനിക്ക് അഫ്ലഹ പെട്ടെന്ന് നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നെങ്കിലും ഇതാമത്തെ കൊടുക്കുമ്പോ ഹയ്യ അലൽ ഫലാഹ് എന്ന് നമ്മൾ നിർത്തിയിരിക്കുന്നത് കിട്ടും. പക്ഷെ ആ അക്ഷരത്തിലെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കാത്തത്. അപ്പൊ ഹയ്യ അലൽ ഫലാഹ്, ഇപ്പൊ ഫലാഹ് എന്ന് പറഞ്ഞാൽ ഫലാഹ് വിജയം എന്നാണ്. നമുക്കറിയാം, ഭാഗ്യന്റെ ഭാഗത്തിന്റെ അർത്ഥം നമുക്കറിയാം, ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഫലാഹ് എന്ന് പറഞ്ഞാല് വിജയം എന്നാണ്. അപ്പൊ അഫ്ലഹ ഖദ് അഫ്ലഹ, ഉറപ്പായും വിജയിച്ചു വിജയിച്ചു. പിന്നെ ഈ വാക്കിന്റെ ഒരു ശൈലിയുണ്ട്. ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞാല് ഓൾറെഡി വിജയിച്ചു എന്നാണ്, വിജയിച്ചിരിക്കുന്നു. അശ എന്നല്ല. അശ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറയണം അശ അങ്ങനെ ആയേക്കാം, സൗഫ സൗഫ അശ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയേക്കാം. ലഅല്ലക്കും തുർഹമൂൻ എന്നതാ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം എന്നർത്ഥം. അതിന്റെ അർത്ഥം അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമ്പോൾ തന്നെയാണ്. പക്ഷെ അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്, അല്ലെ? ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തിലായേക്കാം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയേക്കാം. അതുപോലെയല്ല, പിന്നെ അത് അഫ്ലഹ വിജയിച്ചു, ഓൾറെഡി കഴിഞ്ഞു. എന്താണെങ്കിൽ മുഅ്മിനൂൻ, അൽ മുഅ്മിനൂൻ എന്നതാ വിശ്വാസികൾ, അല്ലെ? നമുക്ക് അറിയുന്ന വാക്കാണ്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആമന, ആമന എന്നതാ വിശ്വസിക്കും. ഈമാൻ വിശ്വാസം, മുഅ്മിനൂൻ വിശ്വാസികൾ, അല്ലദീന ആമനു വിശ്വസിച്ചവരായ ആളുകൾ. ഇന്നല്ലദീന ആമനു നമ്മൾ കേട്ടാൻ പറ്റും. മുഅ്മിനൂൻ, മുഅ്മിൻ എന്നാല് വിശ്വാസി, മുഅ്മിനൂൻ വിശ്വാസികൾ, അല്ലദീന ആമനു യാതൊരു കൂട്ടർ വിശ്വസിച്ചുവോ, ഈമാൻ വിശ്വാസം, നമുക്കറിയുന്ന വാക്കാണ്. അപ്പൊ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ നമ്മുടെ യുവജനത്തിന്റെ സിലബസ് പ്രകാരം നമുക്കുള്ള ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾ പറയുക. അതൊക്കെ നമ്മുടെ പരീക്ഷ മുൻകൂട്ടിയാണ് നമ്മുടെ നോട്ടിലൊക്കെ വരാൻ. നമ്മുടെ പരീക്ഷയ്ക്ക് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പഠന സഹായിക്ക് അടിസ്ഥാനമാക്കി തന്നെയാണ് ഇത് വരിക. അപ്പൊ അത് നമ്മൾ എന്തെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാക്കി വരാൻ പോകുന്ന പോയിന്റുകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ആയത്തിൽ പറഞ്ഞത് അത് അഫ്ലഹൽ മുസ്ലിമൂൻ എന്നല്ല, അത് അഫ്ലഹൽ മുസ്ലിമൂൻ എന്നല്ല, മുസ്ലിമീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നല്ല, അതല്ല, അത് അഫ്ലഹൽ മുഅ്മിനൂൻ. അപ്പൊ വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. അവിടെയാണ് ആയത്തിന്റെ തഫ്സീറിൽ ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിം എത്തുന്ന പല ദറജകളെ സംബന്ധിച്ച്, മറാത്തിബുകൾ, പല ദറജകൾ, പല ലെവലുകൾ, അവന്റെ വിശ്വാസം കൊണ്ട്, അവന്റെ ഹൃദയത്തിലെ അവന്റെ ഈമാൻ കൊണ്ട്, അവന്റെ തഖ്വ കൊണ്ട് അവൻ എത്രത്തോളം ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പണ്ട് പ്രോഗ്രസ് കാർഡില് നമുക്കിങ്ങനെ ഗുഡ്, വെരി ഗുഡ്,
എക്സലന്റ്, ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടും. ഞാൻ ഒരു ഗുഡ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പോയി, നല്ലതാണെന്ന് പറഞ്ഞാൽ പോയി. എന്റെ മോളിൽ ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ്, വെരി ഗുഡ്, എക്സെപ്ഷണൽ, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എന്തിനാ? അതൊക്കെ സൂചിപ്പിക്കണം എന്തിനാ? അത് ഓക്കെ അടിപൊളിയാണ്, എന്നാൽ ആ അടിപൊളിയാണ് എന്നതിന്റെ ഉള്ളിൽ തന്നെ അതിനേക്കാൾ മികച്ചത്, ബാക്കിയുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ മികച്ചത്, അതിനേക്കാൾ ഉന്നതി, അത് സൂചിപ്പിക്കാനാണ് പല സിഫത്തുകളും അതിന്റെ കൂടെ ചേർത്ത് എന്ത് ചെയ്യണം പറയും. ഒരാൾ മുസ്ലിം ആകണപ്പെടാം, ഷഹാദത്ത് ചൊല്ലി ഒരാൾ മുസ്ലിമായി. ഈ ഷഹാദത്ത് ചൊല്ലിയത് കൊണ്ട് ഒരാൾ മുസ്ലിം ആണെന്ന് നമ്മൾ ഉറപ്പിച്ചോ? അവരാണ് മുസ്ലിം. പറഞ്ഞത് നമസ്കാരക്കാരനല്ലാത്തവൻ അവരെന്ത് സിഫത്തിട്ടാ വിളിച്ചത്? മുസ്ലിം കാഫർ എന്നാണ്. പക്ഷെ ഷഹാദത്തൊക്കെ ചൊല്ലി കൂടെ വന്നു, അയാൾ നമസ്കരിക്കണില്ല. എന്താ അവസ്ഥ? ഇസ്ലാമിൽ പുറത്തുപോയി. അപ്പൊ ശരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരാൾ മുസ്ലിം ആവാന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഈ ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നത്. പ്രസിദ്ധമായ ഹദീസിന്റെ പേര് എന്താ അറിയോ? ഹദീസ് നമ്മളെല്ലാവരും എഴുതി വെക്കണം. ഹദീസു ജിബ്രീൽ. എന്തുകൊണ്ടാണ് ആ ഹദീസിന് അങ്ങനെ പേര് കിട്ടിയത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. നല്ല കറുത്ത മുടിയുള്ള, നല്ല വെള്ള വസ്ത്രം ധരിച്ച് യാത്രക്കാരനെ പോലെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് നടന്നു. സഹാബികളൊക്കെ അവിടെ ഇരിക്കാൻ കണ്ടോണ്ടിരിക്കാൻ. അങ്ങനെ ആ മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒന്നിങ്ങിയിരുന്നു. നമ്മുടെ സുജൂദിൽ നിന്നൊക്കെ എഴുന്നേറ്റിരിക്കൂലേ, അതുപോലെ ഇങ്ങനെ വന്നിരുന്നു. മുട്ട് ജോയിൻ ചെയ്ത് കൂട്ടിച്ചേർത്ത് വെച്ചിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ചോദ്യങ്ങളും ചോദിച്ചു, പല മറുപടികളും തമ്മിലൊരു സംഭാഷണം. എല്ലാം കഴിഞ്ഞ ആള് പോയി കഴിഞ്ഞപ്പോ സാഹിബ് ചോദിച്ചു, നബി ഇന്നലെ ഞങ്ങൾ കണ്ടിട്ടില്ലത് ആരാന്ന് ചോദിച്ചു. പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. അപ്പോ മനുഷ്യരൂപത്തിൽ വന്നു. ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യരൂപത്തില് പ്രവാചകന്മാരുടെ അടുക്കൽ മലക്കുകൾ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം അടുക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല സമയങ്ങളിലും മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകന്മാരുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരൂപത്തിൽ അല്ലാത്ത ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണാൻ പറ്റുമോ എന്നതാണ്. കണ്ടിട്ടുണ്ട് അല്ലെ? ഒന്നാമത്തെ സമയത്ത് കണ്ടിട്ടുണ്ട്. അതായത് ചക്രവാളങ്ങളെ മറക്കുമായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ഓരോ ചിറകും മശ്രിക്കിനെയും മഗ്രിബിനെയും മറച്ചു കളയുന്ന, ഉദയാസ്തമന സ്ഥാനങ്ങളെ മറച്ചു കളയും ഓരോ ചിറക്. അതുപോലെ ചക്രവാളങ്ങൾ മറക്കുന്ന 600 ചിറകുകൾ ഉണ്ടായിരുന്നു. അതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരിക്കുള്ള, നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞു വിശ്വരൂപം എന്നൊക്കെ പറയും, ശരിക്കുള്ള രൂപം. നബിസ്വല്ലല്ലാഹു അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്, മനുഷ്യരൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് മലക്കുകളെ കാണാൻ കഴിയും. നബിസ്വല്ലല്ലാഹു അല്ലാതെ എന്ത് ചെയ്യും? കാണാൻ പ്രത്യേകമായിട്ടുള്ള കഴിവ്, പ്രത്യേകമായ സ്വന്തം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നൽകും. അപ്പൊ അങ്ങനെ ആ രൂപത്തില് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം അഖ്ബിർനി അനിൽ ഇസ്ലാം. ഇസ്ലാം എന്താണെന്ന് എനിക്ക് പറഞ്ഞു. ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നമുക്കറിയാം ഷഹാദത്ത് തന്നെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ. അതുകൊണ്ട് തീർന്നില്ല. നമ്മൾ സാധാരണ മുസ്ലിം ആവാൻ വേണ്ടി നമ്മൾ എന്താ പറയാ? ഷഹാദത്ത് ചൊല്ലും, മുസ്ലിമായി. അതിന്റെ അർത്ഥം പറയാം, നമ്മൾ ഒരു വീടിന്റെ വാതിൽ തുറന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ വീട്ടിൽ കയറി കാണാം. വീടിന്റെ വാതിൽ തുറന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാതിൽ തുറന്നു എന്നേ അർത്ഥമുള്ളൂ, വീട്ടിന്റെ അകത്ത് കയറി എന്ന അർത്ഥമില്ല. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അത് ഷഹാദത്ത് ചൊല്ലിയാൽ എന്തായി? അത് ഇസ്ലാമിന്റെ വാതിൽ തുറന്നു. ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? വാതിലൊക്കെ വേണം. ഞാൻ ഷഹാദത്ത് മാത്രം ചൊല്ലിയിട്ടുണ്ട്, നമസ്കരിക്കൂല അങ്ങനെ പറഞ്ഞാലോ? പറ്റൂല. പിന്നെന്താ? നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഉദാഹരണം പഞ്ചസ്തംഭങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പില്ലേഴ്സ്. അർക്കാനും ഇസ്ലാം, അർക്കാൻ എന്താ? പില്ലേഴ്സ് അല്ലെ? ഇസ്ലാമിന്റെ തൂണുകളാണ് ഈ പറഞ്ഞത്. 5 തൂണുകൾ. അപ്പൊ ഈ പറഞ്ഞ 5 എണ്ണം എന്താണ്? കൂടി ചേരുമ്പോഴാണ് ഒരാൾ ആരാവുക? മുസ്ലിം ആവുക. അപ്പൊ നബിസ്വല്ലല്ലാഹു ആദ്യം ചോദിച്ചത് ഇസ്ലാം. ഇസ്ലാം എന്താണെന്ന് പറഞ്ഞപ്പോ നബിസ്വല്ലല്ലാഹു പറഞ്ഞത് ഈ 5 കാര്യങ്ങൾ. അങ്ങനെയാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസയിൽ 5 എണ്ണി പഠിക്കാനുള്ള കാരണം എന്താ? ഈ 5 കാര്യങ്ങളാണ്. ഈ ഹദീസിൽ വന്ന ഈ 5 കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? കവിതകളൊക്കെ കേൾക്കാറല്ലേ? ബുനിയൽ ഇസ്ലാമു
അലാ ഖംസത്തി അർക്കാനിൻ ഫിദ്ദീൻ. നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങനെ ഇഖാമത്തി സ്വലാ വസൂമു റമദാൻ ഇതൊക്കെ നമ്മൾ കവിതകളിലൊക്കെ അല്ലാതൊക്കെ നമ്മൾ പഠിക്കണം. ഇനി അത് കഴിഞ്ഞ ശേഷം ചോദിച്ച ചോദ്യമാണ് അഖ്ബിർനി അനിൽ ഈമാൻ. എന്താണ് ഈമാൻ? വിശ്വാസം എന്താണ് എന്ന് എനിക്ക് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം അല്ലെ? എന്താ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വിശ്വാസം? അള്ളാഹുവിനുള്ള വിശ്വാസം. അവിടെയാണ് നമ്മൾ ഈമാൻ കാര്യങ്ങൾ ആണെന്ന് പറഞ്ഞ് എഴുതി പഠിക്കുന്നത്. എവിടെ ഈ ഹദീസ് എന്താ? അതിന്റെ ഓർഡർ ഒക്കെ ഇവിടുന്ന് തന്നെ. എങ്ങനെയാ ഓർഡർ എങ്ങനെ പോവാ? അള്ളാഹുവിനുള്ള വിശ്വാസം, രണ്ട് മലക്കുകളിലുള്ള വിശ്വാസം, പിന്നെ ആമന റസൂൽ അറിയില്ല നമുക്ക്. അവിടുന്ന് പറഞ്ഞു നോക്കി, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുൽ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. നമ്മൾ പഠിച്ചു മലായികതിഹി വകുതുബിഹി വറുസുലിഹി. എങ്ങനെ ആർന്ന് തെളിച്ചാൽ പോരാ. മലായികതിഹി വകുതുബിഹി, കുതുബിഹി എന്ന് പറഞ്ഞാൽ കിതാബ്, ബുക്ക്. അപ്പോ കിതാബുകളിലുള്ള വിശ്വാസം അല്ലെ? കുതുബിഹി വറുസുലിഹി, പിന്നെയാണ് പ്രവാചകന്മാരുടെ വിശ്വാസം. ഇനിയോ പിന്നെന്താ? യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. പിന്നെയോ ഖൈറും ഷർറും, ഖൈറാകട്ടെ ഷർറാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. നമുക്ക് വന്നത് ഖൈറാകട്ടെ, നമുക്ക് ഖൈറായിട്ട് തോന്നിയോ നമുക്ക് ഷർറായിട്ട് തോന്നിയോ എന്തായിക്കോട്ടെ അള്ളാഹുവിന്റെ വിധി പ്രകാരമാണെന്നുള്ളതാണ് വിധിയുള്ള വിശ്വാസം. അള്ളാഹിലും അതിലുള്ള വിശ്വാസം, അതാണ് ഈമാൻ. മൂന്നാമത്തെ ലെവൽ ഏതാ? മൂന്നാമത്തെ തലത്തിൽ ഏതാണ്? അപ്പൊ ഫസ്റ്റ് എന്താ? ഇസ്ലാം, അടുത്തത് ഈമാൻ. അപ്പൊ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറയുന്ന പോലെ അല്ല ഒരാൾ മുഅ്മിനാവുക എന്ന് പറയും. ഇനി ഇതിനും മുകളിൽ ഏറ്റവും ടോപ്പ് ലെവലാണെന്ന് ഇഹ്സാൻ. അപ്പൊ അങ്ങനെ മുസ്ലിം മുഅ്മിൻ എന്ന് പറഞ്ഞ പോലെ എന്താ പറയാ? മുഹ്സിൻ. എങ്ങനെയാണ് മുഹ്സിൻ ആവുക? എന്താ പറഞ്ഞത്? നീ അള്ളാഹുവെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ഭയത്തോടുകൂടി ബോധത്തോടുകൂടി അള്ളാഹുവിനെ അതാണ് എന്ത് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇത് മൂന്ന് ലെവലാണ്. ഇത് മുസ്ലിംസോട് പണ്ഡിതന്മാര് പറയാം, ഒരാൾ മുസ്ലിം ആയി എന്നുള്ളതുകൊണ്ട് എല്ലാ മുസ്ലിമുകളും ആരാവൂല? മുഅ്മിനീങ്ങളാവൂല. എല്ലാ മുഅ്മിനീങ്ങളും ആരാവണമെന്നില്ല? മുഹ്സിനീങ്ങളും ആകണമെന്നില്ല. എന്നാൽ എല്ലാ മുഹ്സിനീങ്ങളും മുഅ്മിനീങ്ങളുമാണ്, മുസ്ലിമീങ്ങളും ആണ്. അപ്പൊ അതാണ് ഈ മൂന്ന് ദറജകൾ. അതാണ് നമ്മൾ ഒന്നാമതായിക്കൊണ്ട് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ പഠിക്കുന്നത്. ഇനി ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ഇതൊക്കെ ഹൃദയത്തിൽ വിശ്വാസമായി മാത്രം ഉള്ളത് കൊണ്ട് ഓക്കെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? മനസ്സിലാക്കണം. ഇതേ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളായിട്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാല് നല്ലതാണ്. പണ്ഡിതന്മാര് ഈ ഹദീസിൽ നിന്ന് ഈമാൻ എന്താണ് വിശദീകരിച്ചപ്പോ പറഞ്ഞ കാര്യം, ഈമാനും ഖൗലുൻ ബിൽ ലിസാൻ. ഖൗലുൻ ബിൽ ലിസാൻ. ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്ക്, ബിൽ ലിസാൻ എന്ന് പറഞ്ഞാലോ നാവ് കൊണ്ട്. അപ്പൊ നാവ് കൊണ്ടുള്ള പറച്ചിൽ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ അല്ലത് നാവ് കൊണ്ട് വിശ്വസിക്കും. ഞാൻ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു, പ്രവാചകനെ വിശ്വസിച്ചു. ഓക്കെ, കറക്റ്റാണ്, ഖൗലുൻ ബിൽ ലിസാൻ. പക്ഷെ അതുകൊണ്ടായില്ല. പിന്നെയോ കൽബിൽ എന്ത് വേണം? ഒരു ഉറപ്പ് വേണം. ഒരു ഉറപ്പ് എവിടെ വേണം? കൽബില് വേണം. അപ്പോഴേ ഈമാന്റെ പൂർത്തീകരണം. കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം എന്താവൂല? ഈമാൻ ആവൂല എന്നർത്ഥം. ഈമാന്റെ ഡെഫിനിഷൻ ആണ്. എന്താണ് ഈമാൻ? ആരാണ് ഒരു മുഅ്മിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മറുപടി ഇതാണ്. അപ്പോ ഈ പറഞ്ഞ അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകൾ, ഈ സാധനങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇതൊക്കെ എങ്ങനെ മാത്രം പോരാ? നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ ആവൂല. കൽബിലൊരു ഊട്ടി ഉറപ്പിക്കൽ വേണം. ആണി അടിച്ചതുപോലെ സാധനങ്ങൾ കൽബില് ഉറപ്പായിട്ടുണ്ടാവണം.
അത് പറയുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യാം പ്രശ്നങ്ങൾ വരാം. കാരണം നമ്മൾ ഒരു കഥാപതറിനെ വിശ്വസിക്കൂ, അള്ളാഹുവിന്റെ കഥാപതറിനെ ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ പല പ്രവൃത്തികളും ഹൃദയം കൊണ്ട് എന്തല്ല, കഥാപതറിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ബിസിനസ് വിജയിച്ചത് എങ്ങനെ? നമ്മുടെ കഴിവുകൊണ്ട്, എന്റെ കഴിവുകൊണ്ട്, ഞാൻ മിടുക്കലായതുകൊണ്ട്, ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ട്, ഞാൻ IAFന്ന് MBA ഒക്കെ പഠിച്ചിറങ്ങി, ഞാൻ ആരെ മുതല്, ഞാൻ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി, ഞാൻ എന്റെ ആളെ കാണാൻ പോയി, അവിടെ പോയി ഇവിടെ പോയി, എന്റെ എക്സ്പീരിയൻസ് അതുകൊണ്ട് നമ്മൾ ബിസിനസ് ഒക്കെ ഇത്ര വളർത്തിയെടുത്തു. നാമോട്ട് നമ്മളെന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ കഥാപാത്രം എല്ലാം അള്ളാഹുവിന്റെ വിധി പ്രകാരം പറഞ്ഞു വരുമ്പോഴോ, പ്രവൃത്തിയിലേക്ക് പ്രാക്ടിക്കലി വരുമ്പോഴോ നമ്മുടെ കഴിവുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയാക്കി, ഞാൻ ചെയ്ത് ശരിയാക്കി, ഞാൻ അങ്ങനെ ആക്കി, ഞാൻ ഇങ്ങനെ ആക്കി, ഞാൻ ഇങ്ങനെ ആക്കി. അതാണ് തലാഖ് എന്നത്. നാമം കൊണ്ടുള്ള വിശ്വാസവും കൽബ് തമ്മിലുള്ള വ്യത്യാസം. നോക്കാം. ഇനി അടുത്തത് എന്താ? ഒരു ഉദാഹരണം പറഞ്ഞോളൂ. ഈ പറഞ്ഞ സ്ഥാനത്ത് എവിടെ വേണം? എന്റെ ഹൃദയത്തിലുണ്ട്, അതാവുണ്ടോ? ഓക്കെ, ഹൃദയത്തിലുണ്ടല്ലോ, അത് മതി. അത് ഹൃദയത്തിലേക്കല്ലേ നോക്കുക. ഹൃദയത്തിൽ എല്ലാ സാധനം ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്തിനാ? അങ്ങനെയല്ല. പിന്നെ ഈമാനുള്ളവന്റെ ഹൃദയത്തിലുള്ള സാധനം എവിടെ വരും? അമലുകളായിട്ട്, പ്രവർത്തനങ്ങളായിട്ട് എന്ത് ചെയ്യും? സാധനം വരും പുറത്തേക്ക്. എന്റെ വിശ്വാസം അവിടെ ഉണ്ട്. കുറച്ചു എന്നെ അറിയാം. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാനെ ഓർക്കലല്ലേ? ആ സമയത്ത് ഞാൻ അള്ളാനെ നല്ലോണം ഓർത്തിട്ടുണ്ട് കൊണ്ട് വരുമ്പോ നമസ്കാരം ചെയ്യാം. അള്ളാനെ ഓർക്കാൻ, അള്ളാനോട് സംസാരിക്കാൻ. ആ സമയം അപ്പൊ ജോലി കുറച്ച് തിരക്കിലായി പോയി, പള്ളിയിൽ വന്നില്ല. എന്നാലും ഞാൻ കുറച്ചുകൂടെ നല്ലപോലെ ആ സമയത്തൊന്ന് ഓർത്ത് കുറച്ചുകൂടെ സംസാരിച്ച് അങ്ങനെ നമസ്കാരം പോകും. ഇല്ല, അമലും പിരിച്ചവരെ അതിന്റെ കറക്റ്റ് ഫോമില് അമലുകൾ പുറത്തേക്ക് വരണം. അതാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. നമ്മുടെ അന്ത്യദിനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ലേ? ഹൃദയത്തിൽ ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അല്ലെ? കൗലും പിരിച്ചാനും ഒക്കെ അല്ലേ അന്ത്യദിനത്തിൽ? ആർക്കും സംശയമില്ല. നമ്മളെല്ലാവരും കൗലും പിരിച്ചാനും ഒക്കെ, കൽബ് അതും ഒക്കെ അല്ലേ? ആർക്കും സംശയമുണ്ടോ ലോകം അവസാനിക്കില്ല? ഇല്ല. അപ്പൊ അമലും പിരിച്ചവാരി നമ്മുടെ പല പ്രവർത്തനങ്ങളും പക്ഷെ എന്താണ്? ഒരിക്കലും ലോകം അവസാനിക്കൂല എന്നുള്ള കണക്കിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വരും. അല്ലെ? നമ്മുടെ ഓട്ടം ഫുള്ളെന്തിനാ? ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അന്ത്യദിനം സംഭവിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ്. പരലോകമുണ്ട്, നമുക്ക് 100% ഉറപ്പാണ്. പ്രവർത്തിക്കാലത്തിൽ കൽബൻ ഉറപ്പാണ്, കൽബിലും ഉറപ്പിച്ച സാധനമാണ്. പക്ഷെ നമ്മുടെ പ്രവർത്തനത്തില് നമ്മൾ പണിയെടുക്കാൻ ഫുള്ളെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ദിവസത്തെ 24 മണിക്കൂർ നമ്മുടെ 95% പണി എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വക്തിക്കാലത്തിൽ കൽബുവരെ ഓക്കെ. പക്ഷെ അമലിൽ ജവാരിക്ക് യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഓടിപ്പോയി 5 നിസ്കാരം പെട്ടെന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എങ്ങനെയും 5 നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടൽ ഒരു ദിവസം ഒരു മൊത്തത്തിലൊരു അരമണിക്കൂർ തികച്ച് മാറ്റി വെക്കലേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു ദിവസം എല്ലാ ദിവസവും ഒരു 10,000 കാണാതെ പഠിക്കുന്ന ആള്, എല്ലാ ദിവസവും ഒരു ഹദീസ് മനപ്പാടം നടത്തുന്ന ആള്, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിൽക്കുന്ന ആള്, എല്ലാ ദിവസവും ഒരു ദിവസം ഖുർആൻ കേട്ടോ. ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? രാത്രി എല്ലാ ദിവസവും രാത്രി നമസ്കരിക്കുന്ന ആളെ, ഒത്തു നമസ്കരിച്ചിട്ട് നടക്കുന്ന ആള്, എല്ലാ ദിവസവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൽമ കേൾക്കുന്ന ഒന്നുമില്ല. അപ്പൊ ഹൃദയത്തിൽ എന്തുണ്ട്? പരലോകം ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഫെയിലിയറാണ്. ഇനി ഇതിന്റെ ഒക്കെ ഒരു ആകത്ത് കേട്ട് പറയാം, യസീദു ബിത്വാഅ. യസീദു ബിത്വാഅ. ആ ഈമാന്റെ പ്രത്യേകത പറയാം. ഈമാനിന്റെ ഒരു സിഫത്താണ്, അതിന്റെ ഒരു പെക്യൂലിയാരിറ്റിയാണ് യസീദു ബിത്വാഅ. യസീദ് എന്ന് പറഞ്ഞാൽ വർദ്ധിക്കും. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ ഒരാളുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് അനുസരണം കുറയും. എപ്പോ? അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോ കുറയുകയും അള്ളാഹുവിനോട് അനുസരണം കാണിക്കുമ്പോ കൂടുകയും ചെയ്യുന്ന സാധനമാണ് ഈമാൻ. നമ്മൾ നമസ്കരിക്കും, ഈമാൻ കൂടാറുണ്ടോ? നമ്മൾ പല സുന്നത്തുകളും ചെയ്യുന്നു, അതുവഴി ഈമാൻ കൂടുന്നുണ്ടോ? നമ്മൾ നോമ്പെടുത്തു, തത്വം കൂടുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഈമാനിന്റെ എവിടെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് തൊട്ടടുത്ത് ആക്കിച്ചത്. ഈ മുഅ്മിനീങ്ങളായ ആളുകളുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? മുഅ്മിനീങ്ങളായ ആളുകളുടെ ക്വാളിറ്റികളായിക്കൊണ്ട് ഇവിടെ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം അതെന്താണ്? الذين هم في صلاتهم خاشعون. الذين هم في صلاتهم خاشعون. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് الذين هم في صلاتهم ساهون. الذين هم الذين യാതൊരു കൂട്ടർ ഹും അവർ
ഫീ സ്വലാത്തിഹിം നേരെ വിശദീകരിക്കേണ്ട ഫീ സ്വലാത്തിഹിം അവരുടെ നമസ്കാരങ്ങളിൽ ഖാശിഊൻ ഖാശിഊൻ എന്താ ഖാശിഊൻ എന്ന് പറഞ്ഞാൽ ഖുശൂ ഖുശൂ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുന്നത് നമസ്കരിക്കുന്നവർ എന്നല്ല, നമസ്കാരം നിലനിർത്തുന്നവർ അല്ല, സ്ഥിരമായി നമസ്കരിക്കുന്നവർ അല്ല. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ കുറെ മാറി വരും. നമസ്കാരം നിലനിർത്തുന്നവർ, സ്ഥിരമായി നമസ്കരിക്കുന്നവർ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് തോന്നുന്നുണ്ട്. ഇനി സ്ഥിരമായി നമസ്കരിക്കുന്നവർ, കൃത്യമായി നമസ്കരിക്കുന്നവർ. ഖുർആനിൽ പല പ്രയോഗങ്ങളും. ഇവിടുത്തെ പ്രയോഗം എന്താണെന്നറിയോ? നമസ്കരിക്കുന്നവർ എന്നല്ല, നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവർ എന്നല്ല. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യത്തിൽ വരും നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ. അങ്ങനെ ഒരുപാടായിട്ട് ആഴ്ചയുടെ പ്രത്യേകത അറിയും. നമസ്കാരത്തിന്റെ മജ്ജ എന്താണ്? നമസ്കാരത്തിന്റെ ഖുശൂ അത് നിലനിർത്തുന്ന ആളുകളാണ് നമസ്കരിക്കുന്നവർ തന്നെ. നമസ്കരിക്കാൻ എല്ലാവരും ഉണ്ടാവും, നമസ്കരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. നമ്മളെല്ലാവരും അഞ്ചാറ് നമസ്കരിക്കാണ്. പക്ഷെ നമസ്കാരത്തിലെ ഖുശൂഇനെ സംബന്ധിച്ച് എന്താണ് നമസ്കാരത്തിലെ ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വിശദീകരിച്ചു. ഇമാം അബ്ദുൽ നാസർ സഅദി റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കുറെ പോയിന്റുകളാണത് എവിടെ ഉള്ളത്? ഈ നമ്മുടെ പഠന സഹായിയെ വിശദീകരിക്കും. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുക. നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുക. നമസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുമ്പോൾ നമ്മളെവിടെ? വീട്ടിലോ പള്ളിയിലോ ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ കൽവ് എവിടെയായിരിക്കണം? അള്ളാഹുവിലേക്ക് തിരിഞ്ഞതായിരിക്കണം നമ്മുടെ കൽവ്. നമ്മുടെ പലപ്പോഴും നമസ്കാരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കുള്ള നമസ്കാരം. നമ്മുടെ നമസ്കാരത്തിൽ എന്തൊക്കെ? എത്ര മനസ്സിലായി? ഇപ്പൊ വെറുതെയാണോ? കൂടിപ്പോയോ? ഓഫ് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു, കുറച്ചിട്ട് വന്നാൽ മതിയായിരുന്നു, അവിടെ ആരെങ്കിലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ടോ, അതുകൂടെ പറഞ്ഞിട്ട് പോകാൻ മതിയായിരുന്നു, അതുകൊണ്ട് കൊടുത്തിട്ട് പോകാൻ മതിയായിരുന്നു, വാദത്തെ തീർത്താൽ മതിയായിരുന്നു, അവിടെ 1000 കൊടുത്തില്ല. ഇങ്ങനെ 1000 കാര്യങ്ങളാണത് നമ്മുടെ നമസ്കാരത്തിൽ ഓടിയാണ്. നമ്മുടെ സുജൂദ് റുക്കും ഇതിലെല്ലാത്തിലും എന്തൊക്കെ നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ, അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളെ ഒന്ന് പ്രോസസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഡറാക്കി തരാൻ വേണ്ടി വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഒന്ന് നടത്തി പറഞ്ഞതാണ് നമ്മുടെ നമസ്കാരം. നമസ്കാരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കാണ്. ചായ കുടിക്കാൻ ബ്രേക്ക് എടുക്കുന്ന പോലെ ബ്രേക്ക് എടുത്ത് കാര്യങ്ങളൊക്കെ ഓർഡറാണ്, അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് എല്ലാം ഒക്കെയാണ്. എല്ലാ സാധനവും സ്ഥലം പറ്റി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്തിട്ടുണ്ടാവും. അടുത്ത സ്റ്റെപ്പ് ആലോചിച്ചിട്ടുണ്ടോ നീ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? അടുത്തിട്ട് എങ്ങോട്ടാ പോകാനുള്ളത്, അവിടെ പോകണം, അവിടെ പോയി കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി, ഇനി അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, ഇപ്പോ ഈ വെള്ളത്തിൽ ഇട്ടാൽ മതി. അങ്ങനെ തുടങ്ങിയ എല്ലാ പ്ലാനിങ്ങും ഇതുവരെ രാവിലെ ചെയ്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പ്രോസസ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ നമസ്കാരം. ശരിക്കും നമ്മുടെ നമസ്കാരം എങ്ങനെയാ ആവേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ നമസ്കാരം ആവേണ്ടത്? നമസ്കാരത്തിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശദീകരിക്കുകയാണ്. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി കൈ കിട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു അക്ബർ എന്ന് പറയും. കൈ ഉയർത്തണം എങ്ങനെയാണ്? ഇങ്ങനെയാണ് കൈ ഉയർത്താൻ അല്ലേ? നമ്മൾ എപ്പോഴും എങ്ങനെ കൈ ഉയർത്താം? ഇങ്ങനെയൊക്കെയാണ് കൈ ഉയർത്തും. ശരിക്കും എങ്ങനെ കൈ ഉയർത്തേണ്ടത്? ഇങ്ങനെ ചെവിയുടെ ഈ ഷോൾഡറിന്റെ ഇടയിലാണ് കൈ ഉയർത്തുന്നത്. പെട്ടെന്ന് പറ്റൂല, അതിന് വരെ ഒരു ഹിക്മത്തുണ്ട്. അവന്റെ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളെയും പുറകോട്ട് ഇങ്ങനെ തള്ളി മാറ്റി വെച്ചിട്ട് അവൻ പറയണത് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്. എനിക്ക് അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും വലുതെന്ന് അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എനിക്ക് ബാക്കി എല്ലാം ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങളും, കുടുംബം, യുസുഫിന്റെ വിഷയം, അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, എല്ലാ വിഷയങ്ങളും അസ്ബറാണ്, ഏറ്റവും ചെറുതാണ്. ഈ അക്ബർ എന്താ? എനിക്ക് ഏറ്റവും വലുതാ അള്ളാഹുവാണ്. ഇനിയിപ്പോ എനിക്ക് വേറെ ഒന്നും എന്റെ മനസ്സില് ഇല്ല. എല്ലാ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടാണ് അവൻ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. നമ്മളോ ഇങ്ങനെ നമ്മളെല്ലാം പുറത്തുള്ള എല്ലാ സ്ഥലം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കാൻ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അത് മുമ്പിൽ വിജയിച്ചു. പക്ഷെ പറയാം ഉറപ്പിച്ചു, ഇങ്ങനെയുള്ള ആളുകൾ ഓൾറെഡി വിജയിച്ചു എന്നാണ് നമ്മുടെ കാര്യം, നമ്മുടെ നമസ്കാരം. അപ്പോ ഒരു മുമ്പിനാണെങ്കിൽ അവന്റെ ഫസ്റ്റ് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ടിക്ക് ഇടാന്ന് ഇവിടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകൾ. നമസ്കാരത്തിൽ ഖുശൂ ഈ ആദ്യത്തെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ഹിജാബ് മാറ്റപ്പെട്ട പ്രത്യേകമായ ഒരു നോട്ടം നമസ്കാരത്തിന്റെ സമയത്ത് ഉണ്ടാവും.
സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്താണ് ഇന്നഹു യറാക്കും ഹീന തഖൂം ആയിട്ടുള്ളത്. അതായത് ഇന്നഹു യറാക്കും, ഇതൊക്കെ ഏത് സൂറത്താന്ന് അടുത്ത ക്ലാസ്സിൽ ചോദിക്കൂട്ടാ. ഇന്നഹു യറാക്കും ഹീന തഖൂം, നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അവൻ നിങ്ങളെ കാണുന്നു. സൂറത്ത് ശുഅറാ, അവൻ നിങ്ങളെ കാണുന്നു എന്നാണ്. അപ്പൊ അതെപ്പോഴും നമ്മളെ കാണില്ല, അതെപ്പോഴും കാണില്ല. നമ്മളെ അരമണിക്കൂറെ പിന്നെ ആരും ഉറപ്പിച്ചിട്ടോ. ഇങ്ങനെ ഒരിക്കലും ക്ലാസ് 1.5 മണിക്കൂറൊക്കെ പോകും. പിന്നെ കുറ്റം പറയരുതോ. അരമണിക്കൂർ അല്ല, ഇപ്പൊ അരമണിക്കൂർ കൂടുതലായില്ലേ? ഇല്ലെങ്കിൽ ലാസ്റ്റ് ഉറങ്ങി പോകും. അപ്പൊ ക്ലാസ് ഇങ്ങനെ പോകും, സമയം പോകും. ഇപ്പൊ എത്ര സമയമായിപ്പോ? 50 മിനിറ്റായി. അരമണിക്കൂറോട് ഓർപ്പിച്ചാലാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ക്ലാസ് ഇങ്ങനെ പോണത് ഓർക്കുള്ളൂ. അപ്പൊ അവസാനിപ്പിക്കാൻ. അപ്പോ നമസ്കാരത്തിന്റെ വിഷയമാണ് എന്ത്? ഒന്നാമത്തെ പോയിന്റ്. അള്ളാഹു പ്രത്യേകമായ ഒരു ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു മറ, ഒരു ബ്ലോക്ക് അല്ലെ, ആ മറ മാറ്റിക്കൊണ്ട് തന്റെ അടിമയുമായി സംസാരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയമാണ് നമസ്കാരം. എപ്പോഴാണോ ഒരു അടിമയുടെ ശ്രദ്ധ നമസ്കാരത്തിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ഒരു ബോധം അവൻ മറന്നു പോകുമ്പോ അവരെന്ത് ചെയ്യും? ആ ഹിജാബ് തിരിച്ചിടുന്ന പിന്നെ മറയാണ്. അത് പെട്ടെന്ന് ഓർക്കുക, ഞാൻ അള്ളാഹിന്റെ മുമ്പിലാണ്, നമസ്കാരത്തിൽ ശ്രദ്ധയില്ല എന്ന് ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അള്ളാഹു ആ മറ മാറ്റി വീണ്ടും അവരെ നോക്കുന്നു, അവരോട് സംസാരിക്കാൻ വേണ്ടിയായിട്ട് നിൽക്കുന്ന. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടി അള്ളാഹു പറയുന്നതാണ്. ആ മറുപടി അള്ളാഹു പറയും. എന്താണ് മറുപടി പറയാം? എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതാണ്. നമ്മള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുണ്ടോ? നമ്മുടെ ഒരു സുജൂദിന് നമ്മൾ പറയും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നതാ. സുബ്ഹാന എന്നതാ, അല്ലാഹു ഇത്ര പരിശുദ്ധനാണ്. എന്താണ് പരിശുദ്ധി എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്ലിയർ അല്ലെ, വിശുദ്ധനാണ് എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇപ്പൊ നമ്മുടെ വെള്ള ഡ്രസ് എടുത്തിട്ട് ക്ലീൻ ആണ് ഈ ഡ്രസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന് അഴുക്കൊന്നുമില്ല, കറിയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ക്ലീൻ വൈറ്റ് ഇങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്കിനെ തൊട്ട് നമ്മൾ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വായിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യുന്നതിന് തൊട്ട് അല്ലാഹു ഇത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച ആളുകൾ പറയുന്നതിന് തൊട്ട് അല്ലാഹു ഇത്ര പരിശുദ്ധനാണ്. വഖാല ഇത്തഖദ റഹ്മാനു വലദാ, അല്ലാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അപ്പൊ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുക, അള്ളാഹുവിനെ പറ്റി ഇല്ലാത്തത് പറയുക, അള്ളാഹ് അങ്ങനെയാണ്, അള്ളാഹ് തോളിൽ തുരുപ്പിലുണ്ട് എന്ന് പറയുക, അള്ളാഹ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അള്ളാഹ് അതില്ല ഇതില്ല ഇങ്ങനെയൊക്കെ പറയുക, അതൊക്കെ അതിനെ തൊട്ടൊക്കെ അള്ളാഹു പരിശുദ്ധനാണ്. അതാണ് സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയുന്നത്. അല്ല എങ്കിൽ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, സാഹുരാണ് നമ്മൾ, ഖാശിഊനാണ് ആ സുബ്ഹാനല്ലാഹ് ഓർക്കുന്നവൻ. ഈ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, അഅ്ലാ എന്ന് പറഞ്ഞാൽ അത്യുന്നതനാണ്. അലാ എന്ന് പറഞ്ഞാൽ മേല, അഅ്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതി, ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് അല്ലാഹ്. റബ്ബി, എന്റെ റബ്ബ്. അപ്പോ അത്യുന്നതനായ അങ്ങേയറ്റം ടോപ്പ്, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന അല്ലാഹു സുബ്ഹാനല്ലാഹ്. ആ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുജൂദിൽ പറയേണ്ടത്. പക്ഷെ നമ്മുടെ നാവ് മാത്രം ഖൗലും ബിലിസാൻ, ഇഅ്തിഖാദുൻ ബിൽ ഖൽബൊന്നും നമസ്കാരത്തില്. അപ്പൊ നമ്മുടെ നമസ്കാരത്തില് ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു, യുനാജി റബ്ബഹു, മുനാജാത്താണ്, അല്ലാഹുവിനോടുള്ള സംഭാഷണമാണ് നമസ്കാരം. നമ്മുടെ സുജൂദിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, റബ്ബേ അതൊക്കെ ഒന്ന് റെഡിയാക്കി തരണേ, ഇങ്ങനെയുള്ള സംസാരങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹ് എന്ത് ചെയ്യണത്? സംസാരിക്കും, എന്നോട് ചോദിക്കും, ഞാൻ റെഡിയാക്കി തരാം, ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത്? നമസ്കാരം. പക്ഷെ നമ്മുടെ നമസ്കാരത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യം പറച്ചിലും അള്ളാഹിനോടുള്ള അപേക്ഷകളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ നമസ്കാരത്തിൽ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാര് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കൈ ഇങ്ങനെ നമ്മൾ പൊക്കൂലേ, അള്ളാഹു പറയാൻ വേണ്ടി ഇങ്ങനെ കൈ പൊക്കൂലേ. പണ്ഡിതന്മാര് പറയാം, ഒരാള് കൈ പൊക്കി അയാളുടെ പ്രശ്നങ്ങളെല്ലാം, അയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒരു കൊട്ടയിലാക്കി അയാളുടെ തലയിൽ വെക്കലാണ് നമസ്കാരം. ഒരു കൊട്ടയിലാക്കി തലയിൽ വെക്കുക, പ്രശ്നങ്ങൾ മുഴുവൻ. ഒരു നമ്മൾ ആലോചിക്കുക, ഒരു ബക്കറ്റ് നമ്മുടെ തലയിൽ വെച്ച് അതിനകത്ത് മുഴുവൻ നമ്മുടെ പരാതികൾ എഴുതി ഇങ്ങനെ ഒരു പേപ്പറിൽ ചുരുട്ടി ചുരുട്ടി കിട്ടുന്നില്ലേ. അങ്ങനെയുള്ള ഒരാൾ നമസ്കാരത്തിൽ നിൽക്കണം. അയാൾ റുക്കോയിലേക്ക് പോകുമ്പോൾ പറ്റും, ബക്കറ്റ് ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കാതെ, എനിക്ക് ബക്കറ്റ് ഫിക്സ്ഡ് ആണ്.
റുക്കുവിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? മുഴുവൻ പോവോ? ഇല്ല, കുറച്ച് പോകും. ഞാൻ സുജൂദിലേക്ക് പോകണോ? സുജൂദിലേക്ക് പോകുമ്പോൾ പറ്റും മുഴുവൻ പോകും. ഇങ്ങനെ ആയിരിക്കണം ഒരാളുടെ നമസ്കാരം. നമ്മുടെ നമസ്കാരം കഴിയുമ്പോ നമ്മൾ നമ്മുടെ വാരിയിട്ടാണ് നമസ്കാരത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ പറയാ അവസാനിപ്പിക്കണം. ലാസ്റ്റ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം ഒരാളെ മോശത്തിൽ നിന്നും ഹറാമിൽ നിന്നും വൃത്തികെട്ട സംസാരങ്ങളിൽ നിന്നും വൃത്തികെട്ട കാഴ്ചകൾ കേൾവിൽ നിന്നും ഒരാൾ തടയുന്നതാണ് നമസ്കാരം. നമ്മുടെ നമസ്കാരം തടയാറുണ്ടാണ്. നമ്മൾ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. പച്ച പറയാം നല്ല നമസ്കാരം സ്പീരിച്ചാൽ മതി, ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ നമസ്കാരത്തിൽ ഇതൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുമോ? ഇല്ല, ഒരു വ്യത്യാസമില്ല. ഒരു നമസ്കാരത്തിന് മുമ്പുള്ള നമ്മുടെ നമസ്കാരത്തിന് ശേഷമുള്ള നമ്മൾ ഒരുപോലെ തന്നെ ഒരു വ്യത്യാസമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ നമസ്കാരം ഒന്നും ചെയ്യൂല, വേറെ കിട്ടൂല. നല്ല ഖുശൂഅോട് കൂടി അല്ലാഹുവിനോട് സംസാരിച്ചുകൊണ്ട് എന്ത് വേണം? നമ്മൾ ചൊല്ലണതും നമസ്കാരത്തിൽ ഈ സാധനങ്ങളൊക്കെ എന്ത് വേണം? നമ്മൾ അറിയണം. അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കാം? നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാം. ഇല്ലെങ്കിലോ അങ്ങനെ കുത്തുപൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുക എന്താ പറയുന്നത്. ഇതുപോലെ നമ്മുടെ നമസ്കാരത്തിൽ നമ്മളിങ്ങനെ കൈ കെട്ടി ഉറക്കുകയൊക്കെ ഇങ്ങനെ പോകും. അവസാനം സലാം വീട്ടുമ്പോൾ സലാം വീട്ടി എത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പറയണത്? എല്ലാ ദിക്റുകളുടെയും അർത്ഥവും ഞാൻ നന്നായിട്ട് സംസാരിക്കണം. അപ്പൊ സലാം നമ്മള് അദ്ദേഹത്തിന് പോകുന്നതാണ് മുഹമ്മദിൻ നമ്മൾ പ്രാർത്ഥിക്കണം. ആരോടെ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. മുഹമ്മദിൻ സമാധാനം കൊടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ഈ സ്വലാത്ത് എവിടെ ചൊല്ലും? ഖബറിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സ്വലാത്ത്. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അയ്യുഹൻ നബി അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നൊക്കെ നമ്മൾ പറയണത് എവിടെ പ്രദർശിപ്പിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിൽ പ്രത്യേകമായ സമയങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതൊക്കെ നമ്മുടെ നിയത്തിൽ ഇതുപോലെ ഉണ്ടോ? നമ്മുടെ നിയത്തിൽ ഇതുപോലെ ഉണ്ടോ? നമ്മൾ പറയും വാല ആലി മുഹമ്മദിൻ പറയും. ആരൊക്കെ ആലി മുഹമ്മദിൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലി. അതാ ആലി എന്ന് പറഞ്ഞാല് പിന്തുടരുന്ന എല്ലാ ആളുകളും ഇവിടെ പെടും. ആലി മുഹമ്മദിൻ. അപ്പൊ അതിൽ ആരൊക്കെ പെടും? നമ്മൾ പെടൂലേ? പെടണ്ടേ? അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ ആർക്കും കൂടെ വേണ്ടിയാ പ്രാർത്ഥിക്കണം? നമുക്ക് കൂടെ വേണ്ടിയാ പ്രാർത്ഥിക്കണം. വകല ആലി മുഹമ്മദ് എന്ന് പറയുമ്പോൾ നബിയുടെ ആലുകാര് നബിയുടെ ആളുകൾ എന്നാണ് അതിന്റെ അതിലെന്ന് പറഞ്ഞാൽ വേറെ, അതിലും ബൈക്കിൽ വേറെ. ആലെന്ന് പറഞ്ഞാല് ആളുകൾ എന്നാണ്. നബിയുടെ മില്ലത്തിലുള്ള ഇത്തിബാദികൾ എല്ലാ ആളുകളും ആരാണ്? ആലി മുഹമ്മദിനാണ്. നമുക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ഉൾക്കൊണ്ട് ഇതെല്ലാം മനസ്സാന്നിധ്യത്തോട് കൂടി ഇരുന്ന് നല്ല കോൺസെൻട്രേഷനിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകളെ പറ്റിയ ഭയഭക്തിയുള്ള ആള്. അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം. അങ്ങനെ നമസ്കാരക്കാരുടെ ക്വാളിറ്റി ഉള്ളവൻ അത് അവൻ എന്ത് ചെയ്തു? അവൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മള് ഈ ഒരു 2 ആഴ്ചകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പഠിച്ചിട്ടുള്ളത്. പക്ഷെ അടുത്ത ഒരു ക്ലാസ്സില് നമുക്ക് അടുത്ത ഒരു 3 ആഴ്ച കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പൊ നമ്മള് ചെയ്യുന്നത് എന്താ അറിയാം? അടുത്ത ക്ലാസ്സിൽ ഒരാൾ എന്ത് ചെയ്യണം? നമ്മുടെ തജ്വീദും ഒരു ടൈം ഫിക്സ് ചെയ്ത് നമ്മൾ പോകണം. തജ്വീദ് ആദ്യത്തെ ഒരു 6-7 മിനിറ്റിൽ നമ്മൾ തജ്വീദ് ഫിനിഷ് ചെയ്യണം. അതിനൊരാളും ചെയ്യണം. നമുക്ക് അതിന്റെ ആളെ ടൈമിൽ ഒന്ന് ഓർപ്പിച്ച് തജ്വീദ് ഒരു 6 മിനിറ്റിൽ ഫിനിഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒരു ആഴ്ച വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ഒരു 50 മിനിറ്റ് ടൈം. അപ്പൊ അതൊന്ന് ഓർപ്പിക്കേണ്ട കോഴ്സിൽ എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പ്ലാൻ ചെയ്ത് അപ്പൊ ഒരു 50 മിനിറ്റിൽ നമ്മൾ മുഴുവൻ കാര്യങ്ങളും പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ നമസ്കാരത്തിന്റെ വിഷയം തന്നെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. പറഞ്ഞു ഇങ്ങനെ സമയം പോകും. അപ്പൊ ആയത്തുകൾ കവറാവില്ല. അപ്പൊ സമയം ഒന്ന് ഓർപ്പിക്കാൻ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ 15 സുഹൃത്തുക്കളുടെ പേര്, ഹിസ്ബ്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഒന്ന് നോക്കിയിട്ടൊക്കെ വരിക. സൂറത്ത് മുഅ്മിൻ അത് ഏത് സുഹൃത്താണെന്ന് നോക്കിയിട്ട് വരിക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിയിട്ടില്ല. ആദ്യത്തെ 2 എന്ത് ചെയ്യണം? ഹിഫ്ദ് പഠിച്ചിട്ട് തന്നെ വരണം. എല്ലാവരും ഹിഫ്ദ് പഠിച്ചിട്ട് സിമ്പിൾ ആണ്. ഇപ്പൊ തന്നെ പഠിക്കാവുന്നുള്ളൂ. 2 ആഴ്ചകള് ഹിഫ്ദ് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മള് അശ്രദ്ധയാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇടതുവശത്തേക്ക് ചെറുതായിട്ട് തുപ്പണം എന്നാണ്. തുപ്പല് പുറത്തേക്ക് വരാതെ അതിന് അങ്ങനെ പറയും 3 തവണ. നമസ്കാരത്തിൽ ഒരാളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി പ്രത്യേകം ഇബ്ലീസിനൊരു ടീമുണ്ടെന്നാണ്. ആ ടീമിന്റെ നേതാവിന്റെ പേരെന്താ? 5 പഠനത്തിനായൊക്കെ പഠിച്ച ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
അതായത് നമസ്കാരത്തിൽ ഒരാളുടെ ശ്രദ്ധ കളയാൻ വേണ്ടി ഇബ്ലീസ് നിയോഗിച്ചിട്ടുള്ള ഒരു ടീമുണ്ട്. ആ ടീമിന്റെ നേതാവ് ഹിൻസബ്. അതിന് ഹിൻസബ് ഖൻസബ് എന്നൊക്കെ പറയുന്നത് അറബി ഭാഷ പഠിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മള് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അയച്ച് പഠിച്ചിട്ട് വരിക, അർത്ഥം പഠിച്ചിട്ട് വരിക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.